അപ്പൊ വെയിറ്റ് ഗെയിൻ ആണേലും വെയിറ്റ് ലോസ് ആണേലും ഞങ്ങളല്ലാതെ പിന്നെ ആരെ ഞങ്ങളുണ്ടോ? വെയിറ്റ് ഗെയിൻ ആണേലും വെയിറ്റ് ലോസ് ആണേലും എന്തിനാണേലും. അപ്പം ഇന്ന് 3 ടിന്ന് കൈ വെച്ചിരിക്കുന്നത് പിടിച്ചേ. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന്റെ അതായത് നമ്മുടെ നട്ട്സ് മിക്സിന്റെ സ്മൂത്തിയുടെ പൗഡറിന്റെ സ്റ്റിക്കർ മാറിയതിനെ പറ്റി പല പല അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അതിന്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കൊടുത്തരും. അത് നമ്മുടെ ബഹുമാനപ്പെട്ട FSSAIയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് സ്റ്റിക്കറിൽ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റിക്കർ മാറ്റിയിരിക്കുന്നത്. ഇത് പഴയതായിരുന്നു. ഇനി വരുന്ന സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ആരും പേടിക്കേണ്ട, സെയിം ഐറ്റം തന്നെ. ആ സ്റ്റിക്കറിൽ മാത്രമേ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളൂ. ചെറിയ ചേഞ്ചസ് അല്ല, നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കളർ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് സ്റ്റിക്കറിന്റെ. അപ്പൊ അതാണ് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം വെയിറ്റ് ലോസിന് വന്നിട്ടേ ഇനി വെയിറ്റ് എങ്ങാനും ഗെയിൻ ആകുമോ, ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങൾ വെയിറ്റ് ലോസിന്റെ ആയിരുന്നു, ഇത് മാറിപ്പോയെന്ന്. ഒരിക്കലും അല്ല. ഇത് ഇപ്പൊ നമ്മുടെ വെയിറ്റ് ലോസിന്റെ സ്റ്റിക്കറും ഇത് നമ്മുടെ ഇപ്പൊ വെയിറ്റ് ഗെയിന്റെ സ്റ്റിക്കറുമാണ്. അപ്പൊ സ്റ്റിക്കറിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പൊ അതായത് ഇന്നും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു തൈറോയിഡിന്റെ ആണെങ്കിലും PCOD ആണെങ്കിലും ഫാറ്റി ലിവർ നിരന്തരം അങ്ങനെയുള്ള റിവ്യൂസ് ഒരുപാട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ ഷുഗർ കുറയുന്നതായിട്ടും. പക്ഷെ ഇത് കഴിച്ചിട്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ തരുന്ന ആ ഡയറ്റിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഒരുപാട് എനിക്കൊന്ന് ഡയറ്റ് മാത്രമല്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉറക്കം, വെള്ളം കുടിക്കൽ, 45 മിനിറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇമോഷണൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഇത്രയും ചെയ്തിട്ട് പിന്നെ ഡയറ്റ്. ഇത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് 80% ഡയറ്റ് 20% വർക്കൗട്ട് എന്നാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒരു 45 മിനിറ്റ് നടത്തമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ബോഡി നടത്തം എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള നടത്തമല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് റണ്ണിങ്ങും അല്ല സ്ലോലി ഉള്ള നടത്തമല്ല, അതിന്റെ ഇടയിൽ വരുന്ന ഒരു മൂവ്മെന്റ്. അതാണ് എപ്പോഴും വർക്കൗട്ട് ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഇന്ന് വന്ന ഒരു കമന്റ് ഉണ്ട്, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയാണെന്ന്. മടി ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് ഇന്നിപ്പോ ഒരു 45 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചില്ലെങ്കിൽ 4-5 മണിക്കൂർ നാളെ ഡോക്ടർമാരുടെ വാതിക്കൽ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. കാര്യം പല ഇന്ന് 15 വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് PCOD അങ്ങനെ മടിയാണെന്ന് പറയുന്നവർക്ക് വേറൊരു കുഴപ്പമുണ്ട്. നമ്മുടെ മെറ്റാബോളിസം എപ്പോഴും ഡൗൺ ആയിട്ട് പോകും. മെറ്റാബോളിസത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ പണ്ടൊന്നും കേട്ടിട്ടില്ല ഈ ഫാറ്റി ലിവറും PCOD അതുപോലെ തന്നെ ഈ ഷുഗറും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഇത്രയും ഹൈ ആയിട്ട് എല്ലാവരും ചെറുപ്പക്കാരിൽ പോലും വരാൻ തുടങ്ങിയത്. കുഞ്ഞുമക്കളുടെ ഭക്ഷണ രീതികളാണ്. നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ ഇത്രയും ക്രീം ബിസ്ക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കഴിക്കുന്ന ഫുഡിന്റെ എനർജി പൂർണ്ണമായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കളയണം. അതാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു മൂവ്മെന്റും ചെയ്യാതിരിക്കുന്നവർക്ക് അത് തീരെ ഡൗൺ ആയി പോകും. അപ്പൊ എന്തായാലും ഇതേപോലെ ഒരു നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിച്ച് വെയിറ്റ് ലോസ് ആക്കാനും വെയിറ്റ് ഗെയിൻ ആക്കാനും ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ. വാട്സാപ്പിൽ മെസ്സേജ് മാത്രമാണ്, ലേഡീസ് ഓൺലി ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആയിട്ട് ഇതിനോടൊപ്പം ഗ്രീൻ ടീ ഉണ്ടാകും. ഉറപ്പാണ്. നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് നിങ്ങളെ തേടി എത്തും. 100% ഉറപ്പായ കാര്യമാണ്. അപ്പൊ സ്റ്റിക്കർ മാറിയതിനെ പറ്റി ആരും ടെൻഷൻ ആവണ്ട, ഇതായിരുന്നു കാര്യം. അപ്പൊ ഓർഡർ ആക്കാൻ കോൺടാക്ട് ചെയ്യൂ വാട്സാപ്പിൽ.